ഗുജറാത്തിലെ അഹമ്മദാബാദ് പട്ടണത്തിൽ നിന്നും ഗീർ വനത്തിലേക്കുള്ള യാത്ര. ഈ ഒഴുകുന്നത് സബർമതി നദിയാണ്. കുട്ടിക്കാലം മുതലേ അമ്മ ഭക്ഷണം വാരിത്തരുമ്പോൾ സിംഹത്തിൻ്റെ പടം കാണിച്ച് പേടിപ്പിക്കുമായിരുന്നു. അതുമാത്രമല്ല, വിദ്യാഭ്യാസ കാലഘട്ടത്തിലും ഗീർ വനത്തെക്കുറിച്ച് കേൾക്കാത്ത ഭാരതീയർ കുറവായിരിക്കും. അഹമ്മദാബാദിൽ നിന്നും രാജ്കോട്ടിൽ നിന്നും ജുനഗട്ടിൽ ഏകദേശം രാത്രിയോടുകൂടി എത്തിച്ചേർന്നു. റൂമെടുത്ത് താമസിച്ചു. അവിടെ നിന്നും 5:10 ഉള്ള ബസ്സിൽ ശശാങ്കീറിലേക്ക്. ഏകദേശം ശശാങ്കീറിൽ പുലർച്ചെ 7 മണിയോടുകൂടി എത്തിച്ചേർന്നു. 8 മണിയോടുകൂടിയാണ് ബസ് പുറപ്പെടുന്നത്. അതിനുവേണ്ടി 12 കിലോമീറ്റർ അകലെയുള്ള സഫാരി പോയിന്റിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഗീർ വനത്തിലൂടെയാണ് ഈ സഞ്ചരിക്കുന്നത്. ഈ കാണുന്ന വാഹനവും ബസ്സുമാണ് സഫാരിക്കായി ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. 150 രൂപയാണ് ബസ്സിന് നിരക്ക്. സീറ്റ് നമ്പർ 19 എനിക്ക് ലഭിച്ചത്. സീറ്റ് നമ്പർ 19 ഫ്രണ്ട് സൈഡിലായതുകൊണ്ട് വളരെ സന്തോഷം. അതിനുശേഷം ഞാൻ മെതുവെ ഡ്രൈവറോട് ചോദിച്ചു സിംഹങ്ങളെ കാണാറുണ്ടോ എന്ന്. അദ്ദേഹം എന്നോട് ഒട്ടും സംതൃപ്തിയാകുന്ന മറുപടിയല്ല തന്നത്. 3 ദിവസങ്ങളായി സിംഹങ്ങളെ കണ്ടിട്ട് എന്നാണ്. 1 മണിക്കൂറത്തെ റൈഡ് കഴിഞ്ഞു വരുന്ന വാഹനങ്ങളാണ് ഈ കടന്നു പോകുന്നത്. കുറുകെ ഒഴുകുന്ന ഒരു ചെറിയ അരുവി അതിമനോഹരമായി അതിനെ പരിപാലിച്ചിരിക്കുന്നു. ഇച്ഛാശക്തിയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഭാരതം മുഴുവനും ഇത്തരത്തിൽ മാറ്റിയെടുക്കുവാൻ സാധിക്കും. കോൺക്രീറ്റ് പാതകൾ, പുല്ലുകൾ സുലഭം, സിംഹത്തിന് വിഹാരത്തിന് പറ്റിയ സ്ഥലം, യഥേഷ്ടം ഭക്ഷണം ലഭിക്കുമെന്നുള്ളതാണ് കാരണം. നോക്കി നിൽക്കെ സ്വപ്നതുല്യമായി ഇതാ സിംഹരാജൻ. ഇൻ്റർനെറ്റിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം 800-ലേറെ സിംഹങ്ങളാണ് ഗീർ വനത്തിൽ വസിക്കുന്നത് എന്നാണ് കണക്ക്. സിംഹരാജൻ എപ്പോഴും വിശ്രമത്തിലായിരിക്കും. പെൺസിംഹങ്ങളാണത്രേ കൂടുതലും വേട്ടയാടുന്നത് എന്നാണ് ഗൈഡ് പറഞ്ഞത്. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സിംഹങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി അത് കമൻറ്റ് ചെയ്യുക. ആൺസിംഹങ്ങളെ വെറുതെയല്ല സിംഹരാജൻ എന്ന് വിളിക്കുന്നത്. വനത്തിനുള്ളിൽ സിംഹങ്ങളെ നേരിട്ട് കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യവശം എനിക്ക് മനസ്സിലായി. ഗീർ വനത്തിൽ ചെറുതായി മഴ പെയ്യാൻ തുടങ്ങി. പൊടിമഴ. അത് ആസ്വദിച്ച് കിടക്കുന്നതാണോ അല്ലെങ്കിൽ വിശ്രമിക്കുന്നതാണോ എന്നെല്ലാം ആലോചിച്ച് വണ്ടിയിലെ ആളുകൾ മുഴുവനും വളരെ ആശ്ചര്യത്തോടു കൂടി തന്നെ അതിനെ ഓരോ നിമിഷവും നോക്കി നിന്നു. വ്യത്യസ്തമായ പല രീതികളിലും ഇത് വീഡിയോയിൽ പകർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കുറേ നേരം ഏതോ ലോകത്തെ അനുഭൂതി പോലെ വിചിത്രം. വാഹനം പതുക്കെ ചലിച്ചു തുടങ്ങുമ്പോൾ സിംഹങ്ങൾ ആഹാരമാക്കുന്ന പുള്ളിമാനുകൾ. ഇതുകൂടാതെ നീൽഗ എന്ന ഒരുതരം മൃഗത്തെയും ഭക്ഷണമാക്കുന്നു എന്നാണ് പറഞ്ഞത്. കലാമൂല്യമുള്ള ചിത്രങ്ങളുടെ അവസാനം പോലെ ക്ലൈമാക്സ് ധന്യം.